എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ചോക്കോനട്ട്സ് കേക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് ഞാൻ 3 ടേബിൾ സ്പൂൺ മൈദ മാറ്റുന്നുണ്ട്. അതേ സ്ഥാനത്ത് തന്നെ 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുക. ഇനി ചേർക്കേണ്ടത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ് അല്ലെങ്കിൽ ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുക. 3 പ്രാവശ്യം നന്നായിട്ട് ഒന്ന് ഇടഞ്ഞ് മാറ്റി വയ്ക്കാം. 4 റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും 1/4 കപ്പ് തരിയോട് കൂടിയ പഞ്ചസാരയും ചേർത്ത് നല്ല ഫ്ലഫി ആയിട്ട് വരുന്നത് വരെ ബീറ്റ് ചെയ്ത് എടുക്കുക. പൊടിച്ച പഞ്ചസാരയാണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ 1 കപ്പ് ചേർക്കണം. ഇത് നല്ല ഫ്ലഫിയായി ബീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്താൽ മതി. അതേപോലെ തന്നെ 1/4 കപ്പ് പാലും ചേർത്ത് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് എടുക്കുക. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരു 3 സ്റ്റെപ്പായിട്ട് പതുക്കെ ചേർത്ത് യോജിപ്പിച്ച് എടുക്കുക. എന്നിട്ട് ആദ്യം തന്നെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പാനിലേക്ക് ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. നല്ല പോലെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഈ സമയം കൊണ്ട് നിങ്ങൾ ഓവൻ പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ടാവണം 180 ഡിഗ്രിയിൽ 10 മിനിറ്റ്. എന്നിട്ട് അതിലേക്ക് നമ്മളിത് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കേണ്ടത് 45 മിനിറ്റ്സ് ആണ്. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രീഹീറ്റ് ചെയ്യാത്ത ഓവനിൽ വെച്ച് കേക്ക് ചെയ്താൽ ശരിയായി കിട്ടില്ല, അത് മറക്കരുത്. കേക്ക് റെഡിയായി വരുന്ന സമയം കൊണ്ട് ഇതിനൊരു ഗനാഷിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്തിട്ടുണ്ട്. ഫ്രഷ് ക്രീം വേണമെങ്കിലും ചേർക്കാം. എന്നിട്ട് അത് ഡബിൾ ബോയിലിംഗ് വഴി നല്ലപോലെ ഒന്ന് മെൽറ്റ് ചെയ്ത് എടുത്ത് അതവിടെ മാറ്റി വയ്ക്കാം. ഇനി ഈ കേക്കിന് വേണ്ടത് ക്രീമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് ക്രീമും 1 ടീസ്പൂൺ വാനില എസൻസ്, 3 ടേബിൾ സ്പൂൺ പഞ്ചസാര. നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് പഞ്ചസാര കൂട്ടാം കുറക്കാം. പൊടിച്ച പഞ്ചസാരയാണ്, അത് മറക്കരുത്. എന്നിട്ടത് നല്ലപോലെ സോഫ്റ്റ് സ്റ്റിഫ് പീക്കായി വരുന്നത് വരെ നല്ലപോലെ ബീറ്റ് ചെയ്ത് എടുക്കുക. ഇപ്പം നല്ല സ്റ്റിഫായി വന്നിട്ടുണ്ട്. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ കേക്കും റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. കറക്റ്റ് 45 മിനിറ്റ്സ് എടുത്തു. ഇനി അത് 3 ലെയറായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇതേ രീതിയിൽ 3 ലെയറായിട്ട് കട്ട് ചെയ്യുക. ഫസ്റ്റ് ലെയർ നമ്മൾ ബോർഡിൽ വയ്ക്കാം. ഇനി ഇതിനെ അസംബിൾ ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ആദ്യം റെഡിയാക്കി വെച്ച് ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും. ഷുഗർ സിറപ്പുണ്ട്. ഇപ്പം നട്ടി കേക്ക് നട്ട്സാന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതിന് പൊടിച്ച നട്ട്സ് ഉണ്ട്. അതുപോലെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത നട്ട്സ് ഉണ്ട്. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഗനാഷും ഉണ്ട്. കൂടെ ക്രീമും റെഡിയായി. ഇനി നമ്മൾ തുടങ്ങാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ കുറച്ച് ക്രീമിൽ ഈ പൊടിച്ചു വെച്ച നട്ട്സ് ഇല്ലേ അത് ചേർത്ത് കൊടുക്കുക. അത് എത്രയാണെന്നൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടം. ആ നട്ട്സ് ചേർത്ത് കൊടുക്കുക. അതേപോലെ ഗനാഷ് നമ്മൾ തയ്യാറാക്കി വെച്ചതിന് കുറച്ച് ഭാഗം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതെന്തിനാണെന്ന് വെച്ചാൽ കേക്കിൻ്റെ ഇടയിൽ, അതായത് ലെയറിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ എല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് ക്രീം ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഫില്ലിങ് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്ത് വെക്കുക, ക്രീമും നട്ട്സും ഗനാഷും. ഇനി ഓരോ ലെയറും നമ്മൾ ആദ്യം തന്നെ ഒന്ന് വെറ്റ് ചെയ്തെടുക്കുക നല്ലപോലെ ഷുഗർ സിറപ്പ് കൊണ്ട്. എന്നിട്ട് ഈ നട്ട്സൊന്നും ഇല്ലാത്ത പ്ലെയിൻ ക്രീം വെച്ചൊരു ബോർഡർ കൊടുക്കുക ആദ്യം. എന്നിട്ട് അതിൻ്റെ നടുവിൽ നമ്മുടെ ഈ നട്ട്സ് ഇട്ടിട്ടുള്ള ക്രീം വെച്ചിട്ട് നല്ല കട്ടിക്ക് ഒരു ഫില്ലിങ് കൊടുക്കുക. ആ ബോർഡർ ഉണ്ടായാൽ പുറത്തേക്ക് പോയില്ല, അതിന് വേണ്ടിയിട്ടാണ് ബോർഡർ കൊടുത്തിട്ടുള്ളത്. ഇനി സെക്കൻഡ് ലെയർ കേക്ക് വയ്ക്കുക. നേരത്തെ പോലെ തന്നെ നല്ലപോലെ ഷുഗർ സിറപ്പ് ഉപയോഗിച്ചിട്ട് നനച്ചെടുക്കുക. സെയിം റിപ്പീറ്റേഷൻ, അതേമാതിരി തന്നെ നമ്മൾ ബോർഡർ കൊടുത്തിട്ട് ബാക്കിയുള്ള ആ ക്രീമും കൂടെ അതിനകത്ത് ഫില്ല് ചെയ്യാം. ഇനി നമ്മൾ തേർഡ് ലെയർ കേക്ക് വെക്കുകയാണ്. ഇതും ഷുഗർ സിറപ്പ് വെച്ച് നല്ലപോലെ വെറ്റ് ചെയ്തെടുക്കുക. ഇനി നമ്മുടെ പ്ലെയിൻ ക്രീം, അതായത് നട്ട്സ് ഒന്നും ചേർക്കാത്ത പ്ലെയിൻ ക്രീം ഉപയോഗിച്ചിട്ട് കേക്ക് നല്ലപോലെ ഒന്ന് കവർ ചെയ്തെടുക്കണം. ഫസ്റ്റ് ക്രം കോട്ടിംഗ് ആണ്, ആ പൊടിയൊക്കെ ഒന്ന് അടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്രം കോട്ടിങ് ചെയ്തെടുത്തിട്ട് ഇതേ രീതിയിലൊന്ന് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളത് ഒരു അരമണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ പുറത്ത് നല്ല തിക്കായിട്ടുള്ള കോട്ടിങ് ചെയ്യുക. അപ്പോൾ ഇത് ഈ കാണിക്കുന്ന പോലെ അത്ര സ്പീഡിലല്ല നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ സ്പീഡാക്കി കാണിക്കുന്നു എന്നേ ഉള്ളൂ. നിങ്ങൾ ടൈം എടുത്ത് ചെയ്യുക, എന്നാലേ നീറ്റായിട്ട് നമുക്കിത് കിട്ടുള്ളൂ. അപ്പോൾ നല്ല നീറ്റായിട്ട് കവർ ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ
കവർ ചെയ്ത് കഴിഞ്ഞിട്ടും നമ്മളിത് ഒരു മണിക്കൂറെങ്കിലും തണുപ്പിച്ചെടുക്കണം നല്ലപോലെ. അതിൻ്റെ മുകളിൽ ഗനാഷ് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തണുപ്പിക്കാതെ ഒഴിക്കരുത്. കേക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം മുകളിലേക്ക് ഇതേ രീതിയിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഗനാഷ് ഒഴിച്ചു കൊടുക്കുക. ഗനാഷ് ചിലപ്പം തിക്കായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ഡബിൾ ബോയിലിംഗ് വഴി ഒന്നൊന്ന് ലൂസാക്കി എടുത്താൽ മതി തിക്കായിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇങ്ങനെ ഒഴിക്കുക. അപ്പോൾ അങ്ങനെ വീണ്ടും നമ്മൾ ഇതാക്കുന്നുണ്ടെങ്കിൽ ചൂടോടുകൂടി ഒഴിക്കരുത്, ചൂടാറിയിട്ടേ ഒഴിക്കാവുള്ളൂ. എന്നിട്ട് ജസ്റ്റ് എല്ലാ ഭാഗവും ഒന്ന് കവർ ചെയ്തെടുക്കുക. സൈഡിൽ വല്ലാതെ വേണ്ട, മുകളിലേ ഉള്ളൂ ആവശ്യം. കാരണം സൈഡിൽ നമുക്ക് നട്ട്സ് വെക്കാനുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു ലെയറും കൂടെ ഞാൻ ഗനാഷ് ഒഴിക്കുന്നുണ്ട്. ഇതൊട്ടും ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, ഓപ്ഷണലാണ്. അതേപോലെ സൈഡിൽ ഇനി നല്ലപോലെ നട്ട്സ് നല്ല തിക്കായിട്ട് വയ്ക്കുക, ക്രഷ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ കേക്ക് റെഡിയായി കഴിഞ്ഞു. നിങ്ങൾക്ക് നട്ട്സ് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം, ആൽമണ്ട്സോ കാഷ്യൂസോ ഒക്കെ ഉപയോഗിക്കാം. ഞാനിവിടെ നിലക്കടലയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് നല്ല പോലെ ഒരു ഓവർനൈറ്റ് സെറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിത് മുറിച്ച് കാണാം. നല്ല ഒരു കേക്കാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കാരണം ഉള്ളിൽ ആ നട്ട്സിൻ്റെയും ഗനാഷിൻ്റെയൊക്കെ ഫില്ലിങ് വരുന്നതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. പിന്നെ ഉണ്ടല്ലേ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്